പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലെ സോളിഡ്സിൻ്റെ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് കാണാം, സോളിഡ്സിനെ ലഭ്യമായ സ്ഥലത്ത് പാർട്ടിക്കിൾസിനെ വളരെ എഫക്റ്റീവായി ക്ലോസ് ചെയ്ത് അറേഞ്ച്മെൻറ്റ് നടത്തുന്നതാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഫ്രൂട്ട് ഷോപ്പിൽ അട്ടിവെച്ചിരിക്കുന്ന ആപ്പിള്, ഓറഞ്ച് പോലത്തവ വളരെ അടുത്തടുത്ത് ക്രമീകരിച്ചിട്ടുണ്ടാവും. ഇത്തരമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്ലോസ് പാക്കിംഗ്. ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ തേനീച്ചകൾ ഉണ്ടാക്കുന്ന വളരെ അടുപ്പിച്ച് ക്ലോസ് പാക്ക്ഡ് ആയിട്ടാണ്. ഇതൊക്കെ ക്ലോസ് പാക്കിങ്ങിന് എക്സാമ്പിളാണ്. എങ്ങനെയാണ് ഒരു ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ അറേഞ്ച് ചെയ്യുക? അത് 3 രീതിയിലാണ്: 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. സത്യത്തിൽ സോളിഡുകളുടെ ക്ലോസ് പാക്കിംഗ് 3 ഡയമെൻഷനിലാണ്. The 3-dimensional mode of packing can be easily understood by 1-dimensional, 2-dimensional and 3-dimension. അതിലാദ്യത്തേത് 1-dimensional close packing. In 1-dimensional close packing, there is just one way of arranging the sphere. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ സ്ഫിയറായി, ഒരേ വലിപ്പമുള്ള സ്ഫിയറായി കണക്കാക്കുകയും ആ പാർട്ടിക്കിൾസിനെ ഒരു റോ ആയിട്ട് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം അറേഞ്ച്മെൻറ്റ് നടത്തുക. വളരെ കൃത്യമായി കാണാം, ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്ത പാർട്ടിക്കിളുമായി ടച്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരു പാർട്ടിക്കിളിനെ 2 പാർട്ടിക്കിൾ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് പാർട്ടിക്കിൾ ഈസ് 2. ഇങ്ങനെയുള്ള ടച്ചിങ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് 2-dimensional ക്ലോസ് പാക്കിംഗ് ആണ്. ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ ഇൻ 2 ഡയമെൻഷൻ. എന്താണ് 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? 1 ഡയമെൻഷണൽ എക്സ് ആക്സിൽ മാത്രമാണെങ്കിൽ 2 ഡയമെൻഷൻ വൈ ആക്സിലും കൂടിയും പാർട്ടിക്കിൾസ് വരും. അപ്പോൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ തൊട്ടു മുകളിൽ ക്ലോസ് പാക്കിംഗ് നടത്തുന്നതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇത് 2 തരമാണ്: സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആർ 2 ടൈപ്പ്: സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അതിലാദ്യം പഠിക്കേണ്ടത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. നമ്മൾ നേരത്തെ പഠിച്ച 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് അഥവാ പാർട്ടിക്കിൾസിനെ 1 റോയിൽ അറേഞ്ച് ചെയ്തു. അതിൻ്റെ മുകളിൽ ജസ്റ്റ് എബവ് ദാറ്റ് ഓഫ് ഫസ്റ്റ് റോ സെക്കൻഡ് റോയും കടന്നു വരിക. അപ്പോൾ സെക്കൻഡ് റോ നേരെ 1 ഡയമെൻഷൻ തൊട്ട് മുകളിൽ വരിക, 3ാമത്തെ റോയും അതിൻ്റെ മുകളിൽ വരിക. സോ 1 by 1 ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 1ൻ്റെ തൊട്ട് മുകളിൽ 2, 2 തൊട്ട് മുകളിൽ 3, 3 തൊട്ട് മുകളിൽ 4 വരുമ്പോൾ അവിടെ കാണാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഒരു പാർട്ടിക്കിളിന് തൊട്ടടുത്ത 4 പാർട്ടിക്കിൾ ടച്ച് ചെയ്തതിന്. സോ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് നൈബേഴ്സ് ഈസ് 4. ദെയർഫോർ കോർഡിനേഷൻ നമ്പർ ഓഫ് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഈസ് 4. കാണാം, 4 പാർട്ടിക്കിളാണ് ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തിരിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഇത് 1ാമത്തെ റോയെ എ എന്ന് വിളിക്കാം, അതിൻ്റെ മുകളിലെ റോയെയും എ എന്ന് വിളിക്കാം, 3ാമത്തേനെയും എ എന്ന് വിളിക്കാം. കാരണം എല്ലാം ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഇത്തരം അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ടൈപ്പ് പാക്കിംഗ്. എന്താ വിളിക്കുന്നത്? എ ടൈപ്പ് പാക്കിംഗ്. കാരണം എല്ലാ ലെയറും ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓർ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. 2ാമത്തെ 2 ഡയമെൻഷനിലാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇവിടെ 1 ഡയമെൻഷണൽ റോയുടെ മുകളിൽ 2ാമത്തെ റോ വരുന്നത് 1 ഡയമെൻഷനിലായ റോയുടെ ഡിപ്രഷൻ്റെ മുകളിലായിരിക്കും. 1 ഡയമെൻഷനിലെ ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ മുകളിലായിരിക്കും 2ാമത്തെ റോ വന്നിരിക്കുക. അപ്പോൾ 1ാമത്തെ റോയും 2ാമത്തെ റോയും മുകളിലല്ല. അഥവാ 1ാമത്തെ റോയെ എ എന്ന് വിളിക്കുമ്പോൾ 2ാമത്തെ റോയെ നമ്മൾ വിളിക്കുക ബി എന്ന്. കാരണം ബി ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ. ഇനി 3ാമത്തെ 1 ഡയമെൻഷണൽ റോ വരുമ്പോൾ അത് കറക്റ്റ്
ഫസ്റ്റ് ഒന്നാമത്തെ റോൻ്റെ മുകളിലായിരിക്കും. അഥവാ AB കഴിഞ്ഞ് ഇനി വരുന്ന മൂന്നാമത്തെ ആൾ B എന്ന റോയുടെ ഡിപ്രഷനിലാണ് വരിക. അപ്പോൾ അത് ഒന്നാമത്തെ റോ ആയ Aക്ക് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സെൻറ്ററിലെ ഒരു പാർട്ടിക്കിള് തൊട്ടടുത്ത 6 പാർട്ടികൾ ടച്ച് ചെയ്തിന്. സോ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് നൈബേഴ്സ് 6 ആണ്. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ ഓഫ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷനിൽ 6 ആണ്. 6 നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇനി വെക്കുന്ന നാലാമത്തെ റോ രണ്ടാമത്തെ റോക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ദിസ് പാക്കിംഗ് ഈസ് കോൾഡ് AB type packing. This packing is called AB type packing. അപ്പം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണോ ഹെക്സഗണൽ ക്ലോസ് പാക്ക് ആണോ മോർ എഫിഷ്യൻറ്റ്? വളരെ കൃത്യമാണ്. ഏറ്റവും കുറഞ്ഞ് കാണപ്പെടുന്ന എംപ്റ്റി സ്പേസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അഥവാ കൂടുതൽ എണ്ണം പാർട്ടിക്കിളും കുറഞ്ഞ ഒഴിവും. എന്നാൽ കുറഞ്ഞ എണ്ണം പാർട്ടിക്കിളും കൂടുതൽ ഒഴിഞ്ഞ സ്ഥലവുമാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതുകൊണ്ട് തന്നെ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷനിലെ ഏറ്റവും എഫക്റ്റീവായ പാക്കിംഗ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. മറ്റൊരു കാര്യമാണ് വോയിഡ്സ്. കാണാം പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്ത ഇടയിലുള്ള ഒഴിഞ്ഞ സ്ഥലമാണ് വോയിഡ്സ്. സോ വോയിഡ്സ് ദ എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ് പാർട്ടിക്കിൾക്കിടയിൽ കാണുന്ന ഒഴിഞ്ഞ സ്ഥലം. ഒരു വോയിഡ് എഫിഷ്യൻസി ഓഫ് പാക്കിങ്ങിനെ സൂചിപ്പിക്കും. ഒരുപാട് വോയിഡ്സ് ഉണ്ടെങ്കിൽ അവിടെ പാർട്ടിക്കിളുടെ പാക്കിംഗ് മോശമായിരിക്കും. വോയിഡ്സ് കുറവാണെങ്കിൽ പാക്കിംഗ് വളരെ എഫക്റ്റീവുമായിരിക്കും. ഇതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അടുത്തതായിട്ട് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്ന 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്നാണ് ആദ്യത്തെ പഠിക്കാനുള്ളത്. നമ്മൾ ഈ കാണുന്നത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറാണ്. ഒരു ലെയർ, അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വന്നു. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് എക്സാക്റ്റ് എബവ് ദി ഫസ്റ്റ് ലെയർ. അങ്ങനെയാണുള്ളത്, നിങ്ങൾക്ക് കാണാം. ഇനി ഈ രണ്ടാമത്തെ ലെയറിൻ്റെ തൊട്ടു മുകളിൽ തന്നെ അതേപോലെ 3 വന്നു, 4 വന്നു. അപ്പോൾ ഇവിടെ എല്ലാ ലെയറും ഹൊറിസോണൽ വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ്. ഇവിടെ ഒരു സ്മോളസ്റ്റ് പോർഷൻ പഠിക്കുമ്പോൾ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് വേറെ 6 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ നിയറസ്റ്റ് നൈബറിങ് പാർട്ടിക്കിൾസ് 6 ആയതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 ആയി കണക്കാക്കാം. ഇവിടുത്തെ ഒരു ബേസിക് യൂണിറ്റ് സെല്ല് നമ്മൾ ഈ ടൈപ്പ് കണക്കാക്കുമ്പോൾ എല്ലാ ലെയറും ഒരുപോലെ ആയതുകൊണ്ട് എ ടൈപ്പ് എന്നാണ് ദിസ് അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് എ ടൈപ്പ്. ഇവിടുത്തെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്, അഥവാ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് ഇതിലെ സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ. അപ്പോൾ ഇവിടുത്തെ ബേസിക് ആയ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് ആണ്. ഇനി 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്ഡ്, അഥവാ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡിൽ നിന്ന് 3 ഡയമെൻഷണൽ ഉണ്ടാക്കാം. ഇത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ആണ്. അതിൻ്റെ ഡിപ്രഷൻ്റെ മുകളിലാണ് 2, 3, 4 ലെയർ വരുന്നത്. ഇവിടെ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ട്രയാങ്കുലാർ വോയിഡ്സ് ഉണ്ട്. ഈ ട്രയാങ്കുലാർ വോയിഡ്സിൻ്റെ മുകളിലാണ് സെക്കൻഡ് ലെയർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ലെയർ വെക്കുന്നത് ഈ കാണുന്ന ട്രയാങ്കുലാർ വോയിഡിൻ്റെ അപ്പെക്സ് അപ്വേർഡ് ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു വോയിഡിൻ്റെ മുകളിലേ സെക്കൻഡ് ലെയർ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസ് ഈ ട്രയാങ്കുലാർ വോയിഡ്സിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ സെക്കൻഡ് ലെയറായ ബി ഉണ്ടാവുന്നു. അപ്പോൾ ഒന്നാമത്തെ ലെയറും രണ്ടാമത്തെ ലെയറും ഒരിക്കലും ഒന്നല്ല, ഡിഫറൻ്റ് ആയ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ലെയറിനെ എ എന്ന് വിളിക്കുമ്പം സെക്കൻഡ് ലെയറിനെ ബി. നോക്കൂ, അവിടെ കാണാം ഇവിടുത്തെ 2 വോയിഡിൽ ഒരു വോയിഡ് ഇപ്പോഴും കവർ ചെയ്തിട്ടില്ല. അഥവാ 2 അപ്പെക്സ് ഉള്ള വോയിഡ്സിൽ ഏതെങ്കിലും ഒരു വോയിഡിൻ്റെ മുകളിലാണ് വെക്കുക, ഒരു വോയിഡ് അവിടെ ഫ്രീ ആയിരിക്കും. ഈ 2 ലെയർ വെച്ചോടുകൂടി അവിടെ 2 തരം പുതിയ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യും. ഒന്ന് ടെട്രാഹിഡ്രൽ വോയിഡും ടി എന്ന് സൂചിപ്പിക്കുന്നു, 2 ഒക്ടാഹിഡ്രൽ വോയിഡ് ഒ എന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ അവിടെ 2 തരം വോയിഡ്സ് ഉണ്ടാവുന്നു.
അവിടെ രണ്ട് തരം വോയിഡ്സിൽ 4 പാർട്ടിക്കിൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന വോയിഡ്സ് ആൻഡ് ടെട്രാഹീഡ്രൽ. ദ വോയിഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 4 സ്ഫിയേഴ്സ്. കാണാം, 4 സ്ഫിയറുകൾ ചേർന്നുണ്ടാകുന്ന വോയിഡ് ടെട്രാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ഒന്നാമത്തെ ലെയറിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറിൻ്റെ പാർട്ടിക്കിൾ വരുമ്പോൾ 2 തരം വോയിഡ് ചാൻസ്. അതിൽപ്പെട്ട ഒരു വോയിഡ് ടെട്രാഹീഡ്രൽ. ദ വോയിഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 4 സ്ഫിയേഴ്സ്. അവിടെ കാണാം ഈ 4 സ്ഫിയറുകളിൽ അതിൽ 3 ഫസ്റ്റ് ലെയറിൻ്റെതും 4 സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിളാണ്. അതിനുള്ളിൽ ഉണ്ടാകുന്ന ലെയർ അത് വോയിഡാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഇനി അടുത്തത് ഒക്ടാഹീഡ്രൽ വോയിഡ്. ദ വോയിഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 6 സ്ഫിയേഴ്സ്. അഥവാ 3 ഫസ്റ്റ് ലെയറിനും 3 പാർട്ടിക്കിൾ സെക്കൻഡ് ലെയറിനും ജോയിൻ ചെയ്യുന്നു. ഈ 6 സ്ഫിയറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന വോയിഡാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. നിങ്ങൾക്ക് കാണാം 6 സ്ഫിയറുകൾ കൂടി ചേർന്ന ഭാഗത്ത് ഉണ്ടാകുന്ന വോയിഡാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ബി എന്ന സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തപ്പോൾ 2 തരം വോയിഡ്സ് ഉണ്ടായി. ഒന്ന്, ദ വോയിഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 4 സ്ഫിയേഴ്സ് ടെട്രാഹീഡ്രൽ വോയിഡ്. 2, ദ വോയിഡ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ 6 സ്ഫിയേഴ്സ് കോൾഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം, ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 തരം വോയിഡ്സ് ഉണ്ടാവുന്നു. ഇനി ഒരു സോളിഡ്സ് അറേഞ്ച്മെൻറ്റിൽ n സ്ഫിയർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അഥവാ ഒരു സോളിഡ് ഉണ്ടായത് n സ്ഫിയേഴ്സ് കൊണ്ടാണെങ്കിൽ അവിടുത്തെ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണം n ആയിരിക്കും. എന്നാൽ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണം 2n ആയിരിക്കും. അഥവാ n സ്ഫിയേഴ്സുള്ളൊരു ക്രിസ്റ്റലിൽ n നമ്പർ ഒക്ടാഹീഡ്രൽ വോയിഡും 2n നമ്പർ ടെട്രാഹീഡ്രൽ വോയിഡ്സും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ തേർഡ് ലെയർ വെക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ 2 വോയിഡ് ടെട്രാഹീഡ്രലും ഒക്ടാഹീഡ്രലും. ആ ടെട്രാഹീഡ്രൽ വോയിഡിനുണ്ടായതും ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെയും മുകളിലാണ് ഇനി വെക്കാൻ പോകുന്നത്. അഥവാ തേർഡ് ലെയർ പ്ലേസ് ചെയ്യുന്നത് ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് ഒന്ന്. അല്ലെങ്കിൽ തേർഡ് ലെയർ പ്ലേസ് ചെയ്യുക ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിൽ. ആദ്യം കവറിങ് ടെട്രാഹീഡ്രൽ വോയിഡ് അഥവാ രണ്ടാമത്തെ ലെയർ വെച്ചപ്പോൾ ഉണ്ടായ ടെട്രാഹീഡ്രൽ വോയിഡ്സിൻ്റെ മുകളിൽ ഇനി തേർഡ് ലെയർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തേർഡ് ലെയർ കൊണ്ടുപോയിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം തേർഡ് ലെയർ എക്സാക്ട്ലി എബവ് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അഥവാ താഴത്തെ ഏറ്റവും താഴെയുള്ള ഫസ്റ്റ് ലെയറിന് ഏകദേശം അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് തേർഡ് ലെയറായ ആളും വന്നത്. അപ്പോൾ ഒന്നാമത്തെ ലെയർ എ, രണ്ടാമത്തെ ലെയർ ബി, മൂന്നാമത്തെ ലെയർ വീണ്ടും എ. അവിടെ എ വരാൻ കാരണം രണ്ടാമത്തെ ലെയർ വെച്ചപ്പോണ്ടായ വോയിഡിൽ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് മൂന്നാമത്തെ ലെയർ വെച്ചത്. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് എ ബി പാറ്റേൺ. അഥവാ തേർഡ് ലെയർ എ എന്ന തേർഡ് ലെയർ ഒന്നാമത്തെ ലെയറായ എക്ക് തുല്യമാണ്. അതുകൊണ്ട് ഈ പാറ്റേണിനെ എ ബി അഥവാ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് വിളിക്കും. ഇവിടെ ഒരു പാർട്ടിക്കിളിനെ അഥവാ ഒരു സ്ഫിയറിനെ ആ ലെയറിലെ 6 സ്ഫിയർ ചുറ്റും സറൗണ്ട് ചെയ്തതിന് താഴെയുള്ള ലെയറിന് 3 സ്ഫിയറും മുകളിലുള്ള ലെയറിന് 3 സ്ഫിയറും അഥവാ കോർഡിനേഷൻ നമ്പർ 12 ആയിരിക്കും. സെയിം ലെയറിൽ 6 പേരും ഫസ്റ്റ് ലെയറിൽ 3 പേരും തേർഡ് ലെയറിൽ 3 പേരും, അങ്ങനെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. ഇനി ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിൽ കവർ ചെയ്യുക. അഥവാ തേർഡ് ലെയർ ഒക്ടാഹീഡ്രലിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഒക്ടാഹീഡ്രലിൻ്റെ സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ ഉണ്ടായ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് തേർഡ് ലെയർ വെക്കുന്നതെങ്കിൽ ആ തേർഡ് ലെയർ ബിക്കും തുല്യമല്ല എക്കും തുല്യമല്ല. അപ്പോൾ ദ തേർഡ് ലെയർ സി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ലെയർ എ ആൻഡ് ലെയർ ബി. അപ്പോൾ അതിനെ പുതിയൊരു പേര് വിളിക്കും, സി എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയർ രണ്ടാമത്തെ ലെയറുമായിട്ടോ ഒന്നാമത്തെ ലെയറുമായിട്ടോ സാമ്യതയില്ല. ഇനി നാലാമത്തെ ലെയർ വെക്കുമ്പോൾ അതും മൂന്നാമത്തെ ലെയറിൻ്റെ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് എക്സാക്ട്ലി എബവ് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അപ്പോൾ അതിനെ എ എന്ന് വിളിക്കും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഈസ് കോൾഡ് എന്താ വിളിക്കുക? എ ബി സി പാറ്റേൺ. ഫസ്റ്റ് ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ ഉണ്ടായ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ മുകളിലാണ് തേർഡ് ലെയർ വെക്കുന്നതെങ്കിൽ ആ തേർഡ് ലെയർ ബിക്കും തുല്യമല്ല എക്കും തുല്യമല്ല. അപ്പോൾ അതിൻ്റെ പേര് എ ബി സി ഓർ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഓർ ഫേസ് സെൻറ്റേഡ് സ്ട്രക്ചർ. ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഫേസ് സെൻറ്റേഡിന് തുല്യമാണ്. കാരണം ഇവിടെ ഓരോ സ്ഫിയറിനെയും നേരത്തെ
HCPയിൽ പറഞ്ഞ പോലെ അഥവാ ഹെക്സഗണൽ ക്ലോസ് പാക്കിൽ പറഞ്ഞ പോലെ ഇവിടെയും 6 സ്ഫിയർ ടച്ച് ചെയ്തിട്ടുണ്ട്. അഥവാ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് നൈബേഴ്സ് ഇവിടെയും 6 സെയിം ലെയറിലും 3 മുകളിലത്തെ ലെയറും 3 താഴത്തെ ലെയറും, അതുകൊണ്ട് 12 എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 2 തരം 3 ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആൻഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഓർ FCC. അടുത്തതായിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുക. ഫോർമുല അറിയുമ്പോൾ ഇപ്പോൾ NaCl AB ടൈപ്പ്, അലുമിനിയം ക്ലോറൈഡ് AB3 ടൈപ്പ്, അതുപോലെ ഫോർമുല ഉണ്ടാക്കുക. ഒരു അയോണിക് സോളിഡ്സിൻ്റെ കേസിലും ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിലും നമുക്കറിയാം N സ്ഫിയേഴ്സ് അഥവാ N ആറ്റങ്ങളാണ് പങ്കെടുത്തെങ്കിൽ, ക്ലോസ് പാക്കിംഗ് പങ്കെടുത്തെങ്കിൽ അവിടെ N ഒക്ടാഹെഡ്രൽ വോയിഡ്സും ഉണ്ടായിരിക്കും. നേരത്തെ പഠിച്ചതാണ് 2N ടെട്രാഹെഡ്രൽ വോയിഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ 4 ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു സോളിഡിൽ 4 ഒക്ടാഹെഡ്രൽ വോയിഡും ഫോം ചെയ്യും, 8 ടെട്രാഹെഡ്രൽ വോയിഡ്സും ഫോം ചെയ്യും. ഇനി എങ്ങനെയാണ് ഒരു അയോണിക് സോളിഡ്സിലെ ആറ്റങ്ങൾ എക്സിസ്റ്റ് ചെയ്യുക? പൊതുവെ ആനയോണുകൾ ബിഗറും കാറ്റയോണുകൾ സ്മോളറും ആയിരിക്കും. സോ ഓൾ ആനയോൺസ് ആർ എക്സിസ്റ്റ് ഇൻ ലാറ്റിസൈറ്റ് കോർണേഴ്സ് ഓഫ് ദി ക്യൂബ്, ബട്ട് കാറ്റയോൺസ് ആർ പ്രസൻറ്റ് ഇൻ വോയിഡ്സ്. വളരെ ചെറിയ കാറ്റയോൺ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിലും, വലിയ കാറ്റയോൺ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലുമാണ് അവർ സ്ഥിതി ചെയ്യുക. നമുക്ക് നോക്കാം. ഒരു ഉദാഹരണമായിട്ട് സോഡിയം ക്ലോറൈഡ്. ക്ലോറൈഡ് സോഡിയം പ്ലസിൻ്റെ വലിപ്പം 102 പൈക്കോമീറ്ററാണ്. അതുകൊണ്ട് അയാൾ എവിടെ നിൽക്കുന്നു? ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ് പ്രവേശിക്കുന്നത്. പൊതുവെ വലിപ്പം കുറച്ച് കൂടുതലാണ്. സിങ്ക് സൾഫൈഡിൽ സിങ്കിൻ്റെ വലിപ്പം 74 പൈക്കോമീറ്റർ, ചെറുതാണ്. അതുകൊണ്ട് സിങ്ക് 2+ എക്സിസ്റ്റ് ചെയ്യുക ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. ആ വലിയ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുക അഥവാ ആനയോൺ എക്സിസ്റ്റ് ചെയ്യുക ലാറ്റിസൈറ്റിലായിരിക്കും. ഇനി ഈ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെയും ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെയും എണ്ണമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, N and 2N. ഒരു പ്രോബ്ലം നോക്കൂ. ഇൻ കൊറൻഡം ദ ഓക്സൈഡ് അയോൺ ഫ്രം ദി ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ലാറ്റിസ് ആൻഡ് അലൂമിനിയം അയോൺ ഓക്യുപ്പൈ 2/3 ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് കൊറൻഡം എന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല അലൂമിനിയം ഓക്സിജനും ചേർന്നാണ് ഉണ്ടായത്. അവിടെ ഓക്സൈഡ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക് ലാറ്റിസ് ആണ്. അപ്പോൾ ഓക്സൈഡ് എന്ന O2- അവിടെ ലാറ്റിസ് സൈറ്റിലാണ്. Al3+ ആണ് ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ മുഴുവനില്ല 2/3 ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ നമ്പർ ഓഫ് ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ N ആണ്, കാരണം ലാറ്റിസ് സൈറ്റിലെ എണ്ണം N ആയി കണക്കാക്കുക. അപ്പോൾ നമ്പർ ഓഫ് ഓക്സൈഡ് അയോൺ ഈസ് ടേക്കൺ ആസ് N വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ലാറ്റിസ് സൈറ്റ്. N സ്പിയേഴ്സ് ഉണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണവും N ആണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ എണ്ണവും ഓക്സിജൻ്റെ എണ്ണവും N ആണ്. പക്ഷേ അലൂമിനിയമാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്, ഫുള്ളായിട്ടില്ല, 2/3. അപ്പോൾ 2/3 ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുമ്പം 2/3 ഇൻറ്റു N. അപ്പം നമ്മൾ റേഷ്യോ കണക്കാക്കുമ്പോൾ 2/3:1 എന്ന് വരും. 2/3:1 ഹോൾ നമ്പറിലേക്ക് മാറ്റുമ്പോൾ 2:3 എന്ന് വരും. അഥവാ ദ ഫോർമുല ഓഫ് കൊറൻഡം ഈസ് Al2O3. ഇങ്ങനെ ഫോർമുല കണ്ടെത്താനുള്ള പ്രോബ്ലം ചോദിക്കും. മറ്റൊരു പ്രോബ്ലം നോക്കാം. ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് ആനയോൺസ് B ആർ അറേഞ്ച്ഡ് ഇൻ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP and the cations A occupy 50% of tetrahedral void and 50% of octahedral void. അപ്പോൾ A എന്ന കാറ്റയോണ് 50% ടെട്രാഹെഡ്രൽ വോയിഡും 50% ഒക്ടാഹെഡ്രൽ വോയിഡും സ്ഥിതി ചെയ്യുന്നു. എന്തായിരിക്കും കോമ്പൗണ്ട് ഫോർമുല? B ആനയോൺ ലാറ്റിസ്. അപ്പം ബിയുടെ എണ്ണം ലാറ്റിസിലാണ് N ആയി കണക്കാക്കുക. സോ നമ്പർ ഓഫ് B ഇൻ CCP ലാറ്റിസ് ഈസ് ടേക്കൺ ആസ് N. അപ്പോൾ N സ്പിയർ ആയിട്ട് ബിയെ കണക്കാക്കണം. അപ്പോൾ ബിയുടെ എണ്ണം ആനയോൺ B ലാറ്റീസിലാണ് ഉണ്ടാവുക. ആനയോൺ B എന്ന ലാറ്റീസിലെ ബിയുടെ എണ്ണത്തെ നമ്മൾ എന്തായി കണക്കാക്കുക? N നമ്പറായിട്ട് കണക്കാക്കുക. N സ്പിയേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും? 2N ടെട്രാഹെഡ്രൽ വോയിഡും N ഒക്ടാഹെഡ്രൽ വോയിഡും. ഹാഫ് ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡിലും ഹാഫ് ഓഫ് ദി ഒക്ടാഹെഡ്രൽ വോയിഡിലെ ആറ്റംസ് ഉള്ളും അഥവാ A ഉള്ളും. അപ്പോൾ 2N ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2N/2 കാണാം. 2N/2. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം N ആണ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം N ആണെങ്കിൽ അതിനെ നമ്മൾ ഹാഫായി കണക്കാക്കുമ്പോൾ N/2 എന്ന് വരും.
അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, 50% ടെട്രാഹൈഡ്രൽ വോയിഡും 50% ഒക്ടാഹൈഡ്രൽ വോയിഡും ഉള്ളൂ. n സ്ഫിയേഴ്സ് ആണ് ബീൻ്റെ എണ്ണമെങ്കിൽ അവിടെ 2n ടെട്രാഹൈഡ്രൽ വോയിഡും n ഒക്ടാഹൈഡ്രൽ വോയിഡും ഉണ്ടായിരിക്കും. എങ്കിൽ ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ എണ്ണം 2n ആണെങ്കിൽ അതിൻ്റെ പകുതി 2n/2, ഒക്ടാഹൈഡ്രൽ വോയിഡിൻ്റെ എണ്ണം n ആണെങ്കിൽ അതിൻ്റെ പകുതി n/2. അപ്പം ബിയുടെ എണ്ണം n, എയുടെ എണ്ണം 2 തരം, 2n/2 എന്നും പറയാം, n/2 എന്നും പറയാം. അപ്പം എ ബി എന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല കണ്ടെത്തണമെങ്കിൽ എയുടെ എണ്ണം 2n/2 + n/2 ആഡ് ചെയ്യുക. എയുടെ എണ്ണം കിട്ടണമെങ്കിൽ മേലത്തെ ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ എണ്ണം 2n/2 + n/2 കാൽക്കുലേറ്റ് ചെയ്യുക. 2n/2 + n/2 എന്ന എയുടെ എണ്ണവും n എന്ന ബിയുടെ എണ്ണത്തിൻ്റെയും റേഷ്യോ കണക്കാക്കുമ്പോൾ നമുക്കിവിടെ ഫോർമുല ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്കാക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2n/2 + n/2 എന്നതാണ് എയുടെ എണ്ണം, ബിയുടെ എണ്ണം n എന്നും കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ 2n/2 + n/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/2 എന്ന് വരും. സോ 3/2 = 1 എന്ന് വരും. അപ്പോൾ A/B = 2n/2 + n/2 n, 3n/2 n, അഥവാ 3:2. The formula of the compound is A3B2. The formula of the compound is A3B2. ഇനി മുൻ എക്സാമുകളിൽ ഈ ഭാഗത്ത് നിന്നൊരു ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായി 11 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. ഇത് 12 മുതൽ 15 വരെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ശേഷം ഉത്തരം നോട്ട്ബുക്കിലേക്ക് കണ്ടെത്തി എഴുതുക. ഓക്കെ, താങ്ക് യു.